നമസ്കാരം. ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് നമ്മൾ ഓർഗൻസ, ടിഷ്യൂ അങ്ങനെ ഒരു ഫാൻസി സാരികളുടെ കളക്ഷൻസ് ആണ്. അതും ഇങ്ങനെ ഒരു ബജറ്റ് ഒരു മിനിമം റേഞ്ചൊക്കെ വന്നിട്ട് ഒരു 2, 3 ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുള്ള ഫാൻസി സാരികളുടെ കളക്ഷൻസ്. ഫസ്റ്റ് വൺ വരുന്നത് ഒരു മിൻറ്റ് ഗ്രീൻ കളറിലേക്ക് ടിഷ്യൂ ഓർഗൻസ മെറ്റീരിയലാണ്. ഇതൊരു ഡിസൈനർ സാരിയാണ്. കട്ട് വർക്കാണ് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഷോൾഡറിലോട്ട് വരുന്നുണ്ട് കട്ട് വർക്ക്, പല്ലുവിൻ്റെ കോർണറിലോട്ട് വരുന്നുണ്ട്. ഇതാ യോക്കിലേക്കും വരുന്നു, ഇതാ ഇവിടെ എങ്ങനെയും വരുന്നു സ്ലീവിലേക്ക്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ 2 സ്ലീവിലോട്ടും ഈ ഒരു കട്ട് വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3185 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടിഷ്യൂ ഓർഗൻസ. നല്ലൊരു എന്താ പറയുക, ഒരു പേസ്റ്റൽ കളറാണ് ഇതിൻ്റെ. ഈ സെയിം കളറിൽ തന്നെ സാറ്റിൻ എടുത്തിട്ടാണ് ഫിഷ് കട്ടിൽ നമുക്ക് സ്കേർട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ള നല്ല സാരിയാണ്. ഫാൻസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ബജറ്റ് റേഞ്ചിൽ തന്നെ ഇത്രയും ഒരു ഡിസൈനർ ടൈപ്പിൽ ഫുൾ സ്കാലോപ്പ് വന്നിട്ട് കട്ട് വർക്ക് സാരി എന്നുള്ളത് നല്ലൊരു പ്രൈസ് തന്നെയാണ്. ഇത് ഈ ടോയിൻ കട്ട് വർക്കിനോട് ചേർന്ന് പോകുന്ന ഫ്ലോറൽ ഡിസൈൻസ് ഏറ്റവും പുതിയൊരു കളക്ഷനാണിത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ മാമോദീസയായിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ ആ ഒരു ചർച്ച് വെയർ ആ ഒരു വൈബിലോട്ടാണ് ഇതിൻ്റെ കൂടുതൽ നല്ലൊരു ക്ലാസി സാരിയാണ്. ഇതൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്ക്, എല്ലാം പേസ്റ്റൽ ഷെയ്ഡാണ്. ബേബി യെല്ലോ കളറ്, ലാവൻഡർ ഷെയ്ഡ്, ഒണിയൻ പിങ്ക് ഷെയ്ഡ്, നല്ലൊരു വൈറ്റ് ഷെയ്ഡ്, നല്ല വൈറ്റ്, എന്താ പറയണേ, മഞ്ഞിൻ്റെ വെണ്മയുള്ളൊരു വൈറ്റ്. അത് ഈ ടിഷ്യൂവിൽ വന്നപ്പോഴേക്കും ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിലേക്ക് സെയിം ഒരു സിൽക്ക് ഫാബ്രിക് കട്ടിയുള്ള സ്കേർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ബ്ലൗസ് പീസും ആ ഒരു സെയിം മെറ്റീരിയലിൽ തന്നെ ലൈനിങ്ങും കൊടുത്ത് കുറച്ച് ഇറക്കി കൊടുത്താൽ അങ്ങനെ ഒരു സീത്രൂ ഒന്നല്ല. ഇപ്പോൾ ഇത് നല്ല ട്രെൻഡാണ്. നെക്സ്റ്റ് ഫാൻസി ഓർഗൻസ സാരിയിലേക്ക് വീണ്ടും മിൻറ്റ് ഗ്രീൻ. താഴോട്ടാണ് പല്ലുവിലേക്കാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു ഫ്ലോറൽ ഡിസൈൻസും സാൻഡ് ഡിസൈനും കൂടെ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3285. നല്ല മിൻറ്റ് ഗ്രീൻ ആണ്. ഇതിപ്പോൾ എൻ്റെ ഡ്രസ്സ് വൈറ്റ് ആയതുകൊണ്ട് കുറച്ചിങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നതാണ്. അപ്പോൾ ഇതിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള സാറ്റിനിലേക്കൊക്കെയുള്ള ഈ പേസ്റ്റൽ കളർ ഇട്ടിട്ട് തന്നെ സ്കേർട്ട് സെറ്റ് ചെയ്യണം. ഇത് വരുമ്പോൾ വീണ്ടും ആ വൈറ്റ് ഷെയ്ഡ് കണ്ട, വൈറ്റിൽ വൈറ്റ് വരുമ്പോഴേക്കും നമുക്കൊരു പ്രത്യേക ഭംഗിയാണ് വരണേ. ബേബി യെല്ലോ, നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. എന്താ പൗഡർ ബ്ലൂ, ഐസ് ബ്ലൂ എന്നൊക്കെ പറയാം. ഭയങ്കര ഭംഗിയുള്ള ഒരു കളറാണ്. വീണ്ടും ഒരു ഗ്രീൻ ഷെയ്ഡ്, ഇടാ വീഡിയോ ഒന്ന് ഇങ്ങോട്ട് പഠിച്ചേ, വീഡിയോ ഒന്ന് ഇങ്ങോട്ട് പഠിച്ചേ. ഞാനിങ്ങനെ വീഡിയോ പിടിക്കണ കണ്ടിട്ട് കുറച്ച് നമ്മുടെ അതിഥികൾ. നല്ലൊരു പിങ്ക് ഷെയ്ഡ്, നല്ല കളറാണ്.
എവിടെ നിന്ന് വരുന്നു? പുറത്താണോ? പുറത്താ? ആ. എബ്രോഡ് എവിടെയാ? കുവൈറ്റ്. നെക്സ്റ്റ് ഹെവി ബ്ലൗസിൻ്റെ വർക്കോട് കൂടിയിട്ട് ബോഡി ഓൾ ഓവർ ദായി ഒരു വർക്ക് വരുന്നു. ചെറിയൊരു ബുട്ടയല്ല, ഒരു ചെറിയ ഗ്ലോസി ആ ഒരു ജെറിയുടെ ഒരു ഡ്രോപ്പ്. നോക്കൂ, മെറ്റീരിയൽ ക്രഷ്ഡ് ഓർഗൻസ ടിഷ്യൂ. ഇതിങ്ങനെ യൂണിഫോം സാരീസൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്ന സാരീസാണ്. നല്ല പ്യുവർ വൈറ്റ് എന്താ പറയണേ, ആ ഒരു ഇതിലേക്ക് ഒരു സിൽക്കിൻ്റെ ഒരു എഫക്റ്റും കൂടെ ഇങ്ങനെ വരുമ്പോഴേക്കും. അതുപോലെ ഇതിൻ്റെ ബോർഡർ, ആഹാ, ഇതിൻ്റെ ഡ്രസ്സ് ഇതിൻ്റെ നല്ല ചേർച്ചയാണല്ലോ. ഇത് നോക്കൂ, ഈ ഒരു വർക്കാണ് 9.5 മീറ്ററിലോട്ട് ഇതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പല്ലു അങ്ങനെ തന്നെ പോകുന്നു. ഓൾ ഓവർ ഈ ഒരു വർക്ക് വരുന്നു. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ ബ്ലൗസ് പീസാണ്. ഇതാ ഫുൾ വർക്ക് വന്നിട്ടാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇത് സ്ലീവ്, പിന്നെ ഇതും സ്ലീവ്. ഇത് നെക്ക് ലൈൻ, ബാക്കിലെ നെക്ക് ലൈൻ. ഇത് ഫ്രണ്ട് പോർഷൻ. ഫ്രണ്ടിലേക്ക് ആയാലും ഇതിൻ്റെ കട്ടിങ് അതാ ഇങ്ങനെയാണ് പറഞ്ഞത്. ഫുൾ. പിന്നെ ഇനി ഇത് ബാക്കിലോട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളുടെ ടൈലേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്താലാണ് അത് അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പം പ്രിൻസസ് കട്ടൊക്കെ ആയിട്ട് ഫ്രണ്ട് പോർഷൻ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. ഇനി ബാക്കിലേക്കാണ് ഈ വീനെക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. അപ്പോൾ നെക്ക് ലൈൻ ഇവിടെ ഇങ്ങനെ വരും, ഫ്രണ്ടിൽ വരണത്. ഇതാ ഇത് കൂടുതലായിട്ടും ഇപ്പം ഫ്രണ്ട് പോർഷനാണ്. അപ്പം കാരണം ഈ സാരി കുറച്ചിങ്ങനെ ഒരു നിഴലടിക്കുന്ന ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ ബ്ലൗസിൻ്റെ ഹെവി വർക്ക് ഇതിനെ എടുത്ത് കാണിക്കാനായിട്ടാണ് ഇതിൻ്റെ ഒരു പ്ലാൻ വരണേ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 5895 ആണ്. നല്ലൊരു പ്രീമിയം, നല്ലൊരു സാരിയാണ്. ഒരു ഡിസൈനർ സാരിക്ക് പറ്റുന്ന തരത്തിലേക്ക്. ഇനി ഇതിലേക്ക് വരുന്ന കളർ ചേഞ്ച് വരണത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ഇതിൻ്റെയും ബ്ലൗസ് പീസിലാണ് അതിൻ്റെ ഹൈലൈറ്റ് മുഴുവൻ. ഇതാ സ്ലീവ്, നെക്ക്, ഫ്രണ്ട് പോർഷനിലേക്ക് നെക്ക് ലൈൻ വർക്ക് വന്നിരിക്കണം. ഇത് പിങ്ക് ഷെയ്ഡിലേക്ക് ബ്ലൗസ് പീസ് നന്നായിട്ടുള്ള വർക്കാണ് വരണേ. ആ സെയിം പാറ്റേൺ തന്നെയാണ് ബ്ലൗസ് പീസ്. ബ്ലൗസ് റിച്ച് വർക്കാണ്. മിന്റ് ഗ്രീൻ, നെക്സ്റ്റ് നമുക്ക് ലാവൻഡർ ഷെയ്ഡിലേക്ക്. ഇതിൻ്റെ വർക്ക് എല്ലാം കൂടെ വന്നിട്ട് നല്ല ഭംഗിയുള്ള സാരീസാണ്. മുന്താണി ഇങ്ങനെ പോകുന്നു. ബ്ലൗസ് പീസ് റിച്ച് ആണ് വർക്ക്. എല്ലാത്തിൻ്റെ ബ്ലൗസ് പീസ് നല്ല റിച്ചാണ്. ഇത് ബാക്ക് പോർഷൻ, അല്ല ഇത് ഫ്രണ്ട് പോർഷൻ. ഇത് പൗഡർ ബ്ലൂ കളറിലേക്ക്. യെല്ലോ ഷെയ്ഡ്. നെക്സ്റ്റ് ടിഷ്യൂ ഓർഗൻസ, ഫുൾ ത്രെഡ് വർക്ക് ആൻഡ് കട്ട് വർക്ക്. കട്ട് വർക്കൊക്കെ ആയിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3100. നല്ല മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കട്ട് വർക്കും ഉള്ളി ത്രെഡ് വർക്കും. ക്രഷ്ഡ് ഓർഗൻസയാണ്. ഇതൊരു മെഹന്തി ഗ്രീൻ, ഒലിവ്, നല്ല ഒട്ടി ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ടൈപ്പിലുള്ള ഓർഗൻസ സാരീസാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് വരണത് നല്ല ലാവൻഡർ. ഡിസൈൻസ് മാത്രം ഒന്ന് നോക്കിക്കോളൂ.
ഇത് വരണേ നമുക്കൊരു ബ്ലൂ ഷെയ്ഡ്, വെരി സ്പെഷ്യൽ. ഈ ടിഷ്യൂ ആയതുകൊണ്ട് നല്ല ഗ്ലോസിയാണ്, നല്ല കൂളാണ്, നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കും. നല്ലൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡ് കളറ്, നല്ല ഒണിയൻ, ഫുൾ ത്രെഡ് വർക്കും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കട്ട് വർക്കും. ഇതൊരു ബേബി പിങ്ക് ഷെയ്ഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കാണിച്ചതെല്ലാം തന്നെ ഓർഗൻസയിലും ദാ ഇങ്ങനെ ക്രഷ്ഡ് ഒക്കെ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫാൻസി സാരികളാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ് ത്രൂ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.